ഹായ് ഹലോ വെൽക്കം ബാക്ക്. മാഗി വെച്ചിട്ടില്ലേ ചാറ്റ് ഉണ്ടാക്കിയാലോ? നമുക്ക് ഇടയ്ക്കൊരു ക്രേവിങ്സ് വരുത്തില്ലേ ചാറ്റ് ഐറ്റംസ് കഴിച്ചാലോ? അതിന് നമ്മൾ പുറത്ത് തന്നെ പോകണമല്ലേ? പക്ഷേ ഇനി പോകണ്ട കേട്ടോ. വീട്ടിലുള്ള നമുക്ക് കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ ഒരു മാഗി ഉണ്ടെങ്കിലേ അടിപൊളിയായിട്ടൊരു ചാറ്റ് ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇതാ ഞാനിത് മാഗിയും പിന്നെ വേറെ എന്തോ ഒരു ഈ എക്സ്പ്രസ് സെയിം മാഗി തന്നെ കമ്പനി മാറ്റും അങ്ങനെയുള്ള 2 ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഇതേപോലെ പാക്കറ്റിൽ നിന്ന് എല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തില്ല എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോരോ കെയ്യും പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു ചാറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലേ. അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഒരു പാൻ വെച്ചിട്ടില്ലേ ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്തിട്ടാകുമ്പം അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഓയിൽ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായാലില്ലേ നമ്മൾ പൊടിച്ച് വെച്ച മാഗിയില്ലേ ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിടാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലേക്കൊരു കുറച്ച് ടൈം എടുത്തിട്ട് ഇതേപോലെ ബ്രൗൺ കളറാവുന്നവരെ നല്ലേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതാ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. എന്നാലും മാക്സിമം ചൂടോടെ തന്നെ കഴിച്ചോട്ടെ. തണിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫുൾ കാലിയായിരുന്നു. എന്നിട്ട് നമ്മളെ ആ മാഗിൻ്റെ മസാല പൗഡറില്ലേ നമ്മൾ എത്രയാണെന്ന് എടുത്തേ അത് ഫുൾ അതിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ എരിവിന് നമുക്ക് നല്ല സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളെ ഇട്ട് കൊടുത്തോ. അപ്പോൾ നല്ല സ്പൈസിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. എന്നിട്ട് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഉള്ളിയില്ലേ അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ടും കുറച്ച് നല്ലോണം എടുത്തോട്ടാ. ഞാനിപ്പോൾ ഇതിന് 2 ഉള്ളി എടുത്തിന് ഒരു തക്കാളിയും. എന്നിട്ട് ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് തോന്നിയത്. ഞങ്ങൾക്കിത് ഉണ്ടാക്കുമ്പോൾ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിച്ചപ്പുണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉള്ളി പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടി ഉള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. റെഡ് ചില്ലി സോസ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചിട്ടില്ലേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടാ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന ചാറ്റിൻ്റെ അതേ ഒരു ലുക്കില്ലേ, ലുക്ക് മാത്രമല്ല കേട്ടോ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എന്നിട്ട് ഇതാ പുളി ഇഷ്ടമെങ്കിൽ അതിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പുളിയും കൂടി ഉണ്ടെങ്കിൽ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ.